ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെയ്യാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നൊരു ബി ആർ മാച്ചിലേക്കാണ്. അപ്പം നമ്മൾ എവിടെ ഇറങ്ങുന്നത് വെച്ചാൽ റിവർ സൈഡാണ്. റിവർ സൈഡ് ആകുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും എനിമി ഉണ്ടാവും, നമുക്ക് ഗണ്ണും സെറ്റാവും പെട്ടെന്ന്. അങ്ങനത്തെ ഒരു സ്ഥലമാട്ടോ റിവർ സൈഡ്. ഇപ്പോൾ ഞാൻ റിവർ സൈഡാണ് ഇറങ്ങുന്നത്. ഇത് വലിയ മൊമെൻ്റ് ഒന്നുമല്ല, മറ്റേ മുകളിലുള്ള കണ്ണിന് സാധനം പിടിച്ച് തിരിച്ചാൽ നമുക്ക് എല്ലാവർക്കും കഴിയുന്നൊരു സാധനമാണ്. നമ്മളത് റിവർ സൈഡ് ഇറങ്ങുക, അതാകുമ്പോൾ കുറച്ച് വൃത്തിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. ഞാൻ റിവർ സൈഡാണ്, ഞാൻ ബി.ആർ കളിക്കുമ്പോൾ അധികം ഞാൻ റിവർ സൈഡാണ് ഇറങ്ങൽ. ഫ്രണ്ട്സ് ഉള്ളപ്പോൾ മാത്രമാണ് ഞാൻ പിന്നെ പീക്കിലും അവിടെ ഫാക്ടറിയിലും ക്ലോക്കിലൊക്കെ ഇറങ്ങാറുള്ളത്. നമുക്ക് വേണ്ടി വെച്ചാൽ ഒരു MP40 ഒരു വുഡ്പെക്കറും ഉണ്ടെങ്കിൽ കളി സെറ്റാട്ടോ ഗൈസ്. കളി കിഡിലായിട്ടാണ് കളിക്കുക. നമുക്കൊരു AK കിട്ടിയിട്ടുണ്ട്. ആ AK പിന്നെ ഓഗ് കിട്ടി ഗൈസ്. ഏതോ ഇന്നാണ് ഇറങ്ങുന്നുണ്ട്. ആ സംഭവിക്കേണ്ട അതാ ഒരു ബോട്ട് ഫ്രണ്ടാവാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടാവുന്നില്ല, നമ്മളവനെ നെയ്സിൽ അടിച്ചിട്ടാണ്. നമുക്ക് കഴിയില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവന് പണി പറ്റിക്കും. നമ്മൾ എന്നിട്ട് ഇനിയും ഇവിടെ വന്ന് ഇറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇരുന്ന് കാണിച്ചു. എനിക്കൊരു കില്ലും കൂടി കിട്ടുമല്ലോ. നമ്മൾ AIM-4 വേണ്ട. നമുക്ക് വുഡ് പീക്കർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വുഡ് പീക്കറും ഓഗും വെക്കാം. ഓഗാകുമ്പോൾ കുറച്ച് ഷോട്ട് നമുക്ക് അടിക്കാൻ പറ്റും. 500 ടോക്കൺ കിട്ടി. XM80 ഉണ്ട്. XM80 വേണ്ട, വുഡ് പീക്കർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹെൽമെറ്റ് പിന്നെ 500 ടോക്കൺ. അപ്പോഴായാലും 500 ടോക്കൺ വരിക്ക് കിട്ടുന്നുണ്ട് എല്ലാ സ്ഥലത്തുനിന്നും നല്ല കുറേ സ്ഥലത്തുനിന്ന് കിട്ടും. നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, സൈലൻസർ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്കാണ്. നമ്മളെ മറ്റേ റാഫിൽ ക്യാരക്ടർ ഉണ്ട്. നമുക്ക് ഒരു ഷോട്ട് ഗൺ ഒന്നും സെറ്റാവണില്ല കേട്ടോ ഗൈസ്. ഷോട്ട് ഗൺ ഒന്നും കിട്ടിയില്ല. നമുക്കിത് എന്താ അറിയില്ല, അതിൻ്റെ പേരറിയില്ല. ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ എനിക്കിതാണുള്ളത്. നമ്മൾ തോമസ് എടുക്കാം. ഇത് പൊട്ടാസിനെക്കാട്ട് കിട്ടി തോമസാണ്. ഡ്രോപ്പിൽ എന്താ ഉള്ളത്? M10 level 3 വേണ്ട. M10 level 3-നെക്കാട്ടി നല്ല തോമസാണ്. തോമസ് ആകുമ്പോൾ പിടിച്ച് തീർക്കാം നമുക്ക്. ഇവിടെ ഒരു ഗ്ലിച്ച് ഉണ്ട് കേട്ടോ, ഞാൻ ഒരു ദിവസം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടത്. ഇവിടെ ശരിയായ ഗ്ലിച്ച് ഉണ്ട്. ഒരു MP40 കൂടി കിട്ടിയാൽ സെറ്റാവും. വുഡ് പീക്കറും കിട്ടി, തോമസണും കിട്ടി. ആ കിഡില്ല എനിമീൻ്റെ ഫ്രൂട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എവിടെ ഒരു എനിമി ഉണ്ട്. കണ്ടില്ല ഗൈസ്. ഒരു എനിമി ഉണ്ട്. അങ്ങനെ മെല്ലെ ഒരൊറ്റ അടി എടുത്താൽ പിന്നെ നമുക്ക് മോക്കം ഉണ്ടാവും. മോക്കം ഉണ്ടെങ്കിൽ സുഖമാണ്. ചാടി അടിച്ചോക്ക. അതും അവന് കൊണ്ടില്ല. ശകുനം നമുക്ക് ഒരടിയും രണ്ടടിയും കൂടി ഒന്ന് നോക്കാമായിരുന്നു. ഓന് റേഞ്ചില്ലാന്ന് തോന്നുന്നുണ്ടോ ഗൈസ്. ഓന് തീരെ റേഞ്ചില്ലാന്ന് തോന്നുന്നു. ഗൈസ് ഒരുമാതിരി പിടിയാണ് കേട്ടോ പിടിക്കുന്നത്. ഓന് തീരെ റേഞ്ചില്ല, എന്നാലും ഒരുമാതിരി കളിയാണ് കേട്ടോ കളിക്കുന്നത് ഗൈസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സാധനം വെച്ച് നമുക്ക് മിക്കിട്ടടിച്ചിട്ട് ഈ സാധനം വെച്ചൊന്ന് ഇട്ടേക്കാം. മോക്കോ നോക്കിയിട്ടാണ് ഈ സാധനം വെച്ച് ഇതാക്കി വെക്കാം. എന്താണ് അതിൻ്റെ ബേലും കയറില്ല. അതായത് സാധനം തുള്ളി കളിക്കുന്ന ലാൻഡ്മാനൊക്കെ ഇട്ട് ചെയ്യുന്നു കേട്ടോ ഗൈസ്. അപ്പുറത്ത് നമ്മൾ ഗ്ലൂ ആൾ മെല്ലെ അടിക്കുന്ന കണ്ടാലും ഓന് തന്നെ പൊട്ടിച്ചോളൂ. നമ്മളെ ഗ്ലൂ അതുകൊണ്ട് കുഴപ്പമില്ല. ഓനാണ് ഗ്ലൂ പൊട്ടിക്കുന്നേ ഇല്ല. ഓന് ഇവിടെ പക്ഷെ ഓനാണ് കൊല്ലുന്നുമില്ല. ആ കൊണ്ടിട്ടോ ഗൈസ്. ഗ്ലൂ പൊട്ടുണ്ട്. നമ്മൾ ഗ്ലൂ പൊട്ടിച്ച് എടുക്കാം. അവൻ്റെ MP40 ആട്ടോ ഗൈസ്. അവൻ്റെ MP40 നമുക്ക് എടുക്കാം. അവൻ്റെ MP40 ഇതെന്താ ഗൈസ്. നമ്മൾ ലാൻഡ്മാൻ കൂട്ടി ഞാൻ പോവുകയാണെങ്കിൽ ലാൻഡ്മാൻ നമ്മൾ സ്കോപ്പ് ചെയ്ത് പൊട്ടിക്കുക. സ്കോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കയറാൻ പറ്റുന്നില്ല. നമുക്ക് ഗ്ലൂ ആൾ രണ്ടായിട്ട് എടുക്കാം. നമുക്ക് ഇത് എടുക്കാം കേട്ടോ ഗൈസ്. MP40 ഒരു ശരിയായ കോംബോയാണ്. നമുക്ക് പിന്നെ മറ്റേ ഇതില്ല, എന്താണ് ഷീൽഡ് ക്യാരക്ടർ, മറ്റേ പെണ്ണിൻ്റെ നമുക്ക് MP40 ഒന്ന് കിലോടി കേട്ടോ ഗൈസ്. ആവശ്യമില്ലാത്തൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടോ ഗൈസ്. MP40 മണ്ണായിട്ടൊക്കെ കിട്ടില്ല കണ്ണാട്ടോ. ഇതിൽ ബിആറിലല്ലേ സീരിയസ്ലി മികച്ച കണ്ണാണ് കേട്ടോ മണ്ണായിട്ടൊക്കെ. നമുക്ക് ഇപ്പോൾ MP40 നല്ലത്. MP40 വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. കയ്യിൽ നിന്ന് നമ്മൾ മുരുക്കിയിട്ട് മറ്റേ ഇതില്ലേ ഈ സാധനം, എന്താണ് ഇസ്തിരിപ്പെട്ടിൻ്റെ ഒരു ചാർജിൻ്റെ മാത്രമേ സാധനം. ആ സാധനം നല്ല ഉപകാരം കേട്ടോ. ഫൈറ്റ് എടുക്കുമ്പോൾ കടിച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് ഉപകാരമാണ്. നമ്മൾ അധികം ടോക്കൺ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. മിടുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ആദ്യത്തെ എടുക്കാം. നമ്മൾ ആദ്യം ഈ പെട്ടി ഓർക്കട്ടെ. ഫ്രീ പെട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ എന്താണ് അവിടെ ഒന്നുമില്ല. നമ്മളങ്ങോട്ട് പോയോക്കട്ടെ. അവിടെ ഈ വീടിൻ്റെ മുകളിൽ കയറിക്കും. അരയിൽ കയറി വരുന്നുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറി നിൽക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഞാൻ അതാ പറയുന്നത്, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പീക്കിൻ്റെ റൂഫിലൊക്കെ ഇറങ്ങി കില്ലെടുക്കാൻ ആണെങ്കിൽ നോക്കുക.
അതാണ് പിന്നെയും ബെറ്ററാണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഗൈസ്. പിന്നെ ലാസ്റ്റ് സോണൊക്കെ ഇതിൻ്റെ ഇവിടെ ആണെങ്കിൽ നല്ല സുഖമാട്ടോ. എനിക്കിപ്പോൾ കയറിയ കാര്യമുണ്ട്, ഞാൻ കയറുന്നില്ല. ഒരു എനിമിനെ കിട്ടണമെന്നില്ല ഗൈസ്, ഒരു എനിമിനേത് കിട്ടണം. അപ്പം എങ്ങനെയും ഒരു 4 കില്ല് പ്ലസ് ഭൂയൊക്കെ ആണെങ്കിൽ ശരിയായ ഡൈവ്. നമ്മൾ കഴിയുന്നത് ഒരു 10 ലൈവ് വരെ പിടിച്ച് കഴിയുന്നത് 10 ലൈവ് വരെ പിടിച്ചിരിക്കണം. അതായിരിക്കും നല്ലത്. നമ്മൾ മേലോട്ട് പോയോക്കട്ടോ ഗൈസ്. ഇവിടെ സർവൈവ് ചെയ്യാനുള്ള സ്ഥലം പോയോക്കാം. ഇവിടെ സർവൈവ് ചെയ്യാനൊന്നും സ്ഥലമില്ല, പിന്നാണ് നെറ്റില്ല, നല്ല പിന്നാട്ടോ ഗൈസ്. 99+ റീകണക്റ്റ് വരെ കിട്ടി, നോൺ നെറ്റ്വർക്ക് റീകണക്റ്റ്. പിന്നെ അതാ നമ്മൾ റേഞ്ച് വന്ന് നമ്മൾ വൈഫൈ ഒന്നുകൂടി ഇതാക്കിയപ്പോൾ റേഞ്ച് വന്ന്. അപ്പോൾ നമ്മൾ അർസണലിൻ്റെ ഉള്ളിലേക്ക് കയറിയൊക്കെ അതാ അർസണലിൻ്റെ അടുത്ത് എനിമുണ്ടല്ലോ, ഫൂട്ട് കേൾക്കുന്നുണ്ടല്ലോ. എനിമി ഉണ്ട് അതാ പോണം അവിടെ. തന്നെ ഓന് 55-ൻ്റെ 25-ൻ്റെ 22-ൻ്റെ കിട്ടി. ഇങ്ങനെ നമ്മൾ മറ്റേ സാധനം ഇട്ട് എന്ത് പൊട്ടനറിയാം ഗൈസ്. ഓന് നിൽക്കണ നോക്കി നമ്മൾ ലാൻഡ് മൈൻ നേരത്തെ മറ്റേ ചെക്കിട്ടാൽ മതി. ഞാൻ ലാൻഡ് മൈൻ ഇട്ട് ഓനാണ് ഗ്ലൂ വാൾ അപ്പം തന്നെ പൊട്ടിക്കും ചെയ്തു. ഞാൻ നല്ലൊരു റെഡും കൊടുത്ത് ഒരു വുഡ്പീക്കർ കൊണ്ട് 2 അടി അടിച്ചപ്പോൾ ഫോൺ തട്ടി. വുഡ്പീക്കർ കൊണ്ട് അടിച്ചില്ല ഉറപ്പായിരുന്നു എനിക്ക് അവൻ്റെ കില്ല് കിട്ടില്ലായിരുന്നു, ഞാൻ ചാർജ് ചെയ്യായിരുന്നു. നമുക്ക് മെല്ലെ ഓൻ്റെ പോയി ലൂട്ട് ചെയ്യാട്ടോ ഗൈസ്. ഓൻ്റെ മറ്റേ ഇതിൻ്റെ ഗണ്ണിൻ്റെ ഉണ്ട കിട്ടോ ഗൈസ്. മറ്റേ ചെറിയ ബോംബ് പോകണ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഉണ്ട്. ഓൻ്റെ ആ ഗണ്ണും ഉണ്ട്. ആ ഗണ്ണും കൂടി എടുക്കുമ്പോൾ നമുക്ക് ഇതാക്കാൻ പറ്റും. നമുക്ക് ആ 5 ഉണ്ടായി. ഇനി 5 ഉണ്ടാകും ശരിയായ ഉപകാരമാണ് കേട്ടോ ഗൈസ്. വേറെ എന്തെങ്കിലും മർഷണലിൽ പോയേക്കണം, അല്ല കാർ എടുത്തിട്ട് നമുക്ക് താഴോട്ടേക്ക് തന്നെ പോകുക, അതായിരിക്കും നല്ലത്. താഴോട്ടേക്ക് തന്നെ പോവുക. താഴത്താകുമ്പോൾ വലിയ ഇനിയും കാര്യങ്ങൾ വരില്ല, നമുക്കാണെങ്കിൽ കില്ലും കിട്ടും. നമ്മളെ ഗിൽഡുള്ള കായമ്പ്രോ ആണ്. ആ ഗിൽഡിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഗിൽഡിൻ്റെ ID ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ആ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ആ ഗിൽഡിൻ്റെ ID അടിച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു 1.90 KD എങ്കിലും വേണം. BR 1.90 KD ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗിൽഡിലേക്ക് വരാൻ പറ്റും. എനിക്ക് ഞാൻ 99+ കിട്ടി. 1.90 KD ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗിൽഡിലേക്ക് വരാൻ പറ്റും. ഞാൻ അടുത്ത വീഡിയോയിൽ ഗിൽഡ് ID കൊടുക്കാൻ ആ ഗിൽഡിനായിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് അന്നത്തേക്ക് വേണ്ടിയിട്ട്. അതിനായിട്ട് വേണ്ടിയിട്ട് ആ വീഡിയോയിൽ എൻ്റെ ഗിൽഡ് ID ഞാൻ കൊടുത്തു. ആ ഗിൽഡ് IDയിൽ അടിച്ച് കയറി വന്നാൽ കയറി വരാനായില്ല, ഞാൻ ശരിയാക്കണം. നിങ്ങൾ ഗിൽഡ് IDയിൽ റിക്വസ്റ്റ് ഇട്ടാൽ ഞാൻ കയറ്റു. ഒരു 1.90 KD എങ്കിലും BRന് വേണം, എന്നാലേ ഞാൻ കയറ്റുള്ളൂ. ഇവിടെ ഇടോ ഇനിയുണ്ടല്ലോ, ഇനിയൊന്നും കാണില്ല. സ്കാനറൊക്കെ ഉണ്ടല്ലോ. മെല്ലെ അതിൻ്റെ ഉള്ളിൽ പോയി കേട്ടോ ഗൈസ്. ഗിൽഡിലേക്ക് കയറി വരാൻ താല്പര്യമുള്ളത് എല്ലാവരും കയറി വരിക. എൻ്റെ 35 അയക്കുന്നു. 35 ആൾക്കാർ 35 ആൾക്കാരെ കയറ്റാൻ പറ്റും. ഇപ്പോൾ 26 ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും കയറി വരിക. അപ്പോൾ ഉള്ള ഗൈസ് നമ്മളത് ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് ഫുള്ള് പണി കിടക്കുകയാണ്. ബ്രൈറ്റ്നസ് കുറഞ്ഞ് കളിക്കാനും കഴിയുന്നില്ല. നമ്മൾ MP5 വേണ്ട, അതൊന്നും വേണ്ട ഗൈസ്. നമ്മൾ എനിമിനെ വേണം. ഗൈസ് ഒരു മോൺസ്റ്റർടെക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. മോൺസ്റ്റർടെക്ക് ഈ കൂടി ആരും കയറി മോൺസ്റ്റർടെക്ക് നിർത്തിയിട്ട് ലൈക്കല്ലേ. മോൺസ്റ്റർടെക്ക് നിർത്തിയിട്ട് ആരും ഇല്ലല്ലോ. മോൺസ്റ്റർടെക്ക് നിർത്തിയിട്ട് ആരും വരാൻ. ലാസ്റ്റ് സോണിലൊക്കെ കാറെടുത്ത് ഇറങ്ങുന്ന ആൾക്കാരെ വേഗം മണ്ടന്മാരാട്ടോ. ലാസ്റ്റ് സോണിലൊക്കെ കുറേ എണ്ണത്തിനെ കാണാം. ഇത് കാറെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അളിഞ്ഞ് കളിക്കുന്നത്. എനിക്ക് ഇന്നൊരു പുഴുത്ത ഹാക്കർ വന്നു. ബൈക്കിൻ്റെ മുകളിൽ എന്ത് സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഇത് ഒരുമാതിരി അടിയിൽ ഫൂട്ട് കേൾക്കുന്ന നല്ല സംശയമുണ്ട്. എല്ലാവരും കഴിയുന്നത് മറ്റേ ഹെഡ്സെറ്റൊക്കെ കുത്തി കളിക്കാൻ നോക്കുക, എന്നാലും നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഗെയിം പ്ലേ കിട്ടും. ഇവിടെ എങ്ങനെ ഫൂട്ട് കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇവിടെ കുറച്ചുകൂടി സോണിലേക്കൊന്ന് വലിഞ്ഞ് അടിക്കണം. നമ്മൾ കഴിയുന്നു സോണിനൊപ്പം നമ്മൾ കയറുക, അങ്ങനെ കഴിഞ്ഞെങ്കിൽ അതാകാതെ ശരി. ഞാൻ പറഞ്ഞില്ല ഒരു മോൺസ്റ്റർടെക്കിൻ്റെ സൗണ്ട് അമേരിക്കണ്ണ് വെച്ചിട്ട് അടിക്കാം. അയച്ചു അങ്ങനെ അയക്കില്ല. അവൻ വീണു ആ മണ്ടൻ. നമുക്ക് ഓനെ പോയി ലൂട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഓനെ പോയി ലൂട്ട് ചെയ്യാം. ഓൻ്റെ കുറച്ച് ഇതിൻ്റെ ഈ ചെറിയ ബോംബിനെ എപ്പോൾ ഓനെ കൊന്ന ആ ഗെയിമിൻ്റെ ഉണ്ടെങ്കിൽ കളിച്ചില്ലാവും. അപ്പോൾ ലാസ്റ്റ് 5 പ്ലെയേഴ്സാണ്. ഓൻ്റെ AWM MP40 എനിക്ക് ഇഷ്ടമുള്ളൊരു കോംബോ ആണ്. പക്ഷേ ഇപ്പം എൻ്റെ വുഡ്പീക്കർ MP40 അതിലും അടിപൊളി കോംബോ ആണ്. നമുക്കത് മതി കിട്ടുമോ ഗൈസ്. നമുക്ക് ഇതാകുമ്പോൾ വൃത്തി കളിക്കാനും പറ്റും.
ഇനി മേലോട്ട് കയറണോ ഗൈസ്? മേലോട്ട് കയറിയാൽ ബുദ്ധിമുട്ടാവൂലേ? വേണ്ടല്ലേ, കയറണ്ട. ഇനി കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് കളിക്കുക. എനിമീസൊക്കെ അങ്ങോട്ട് വന്നോട്ടെ, ഒന്നുകൂടി എനിമീസൊക്കെ നടത്തോട്ടെ, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. ആരെങ്കിലും ഒരാൾ ഈ കൂടി വരാതെക്കില്ല. ആരെങ്കിലും ഒരാളെങ്കിലും ആടി കുട്ടികൾ ഒരാരും വരുന്നില്ല കേട്ടോ ഗൈസ്. എന്താ ചെയ്യുക, ഞാൻ മാത്രം ആടി ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സോൺ എവിടെ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ സോണ് നോക്കി, നമുക്ക് അത് വേണ്ടല്ലോ, ഹോംവർക്ക് ക്യാരക്ടർ വേണ്ട, നമുക്ക് മേലെ കയറാം. നമ്മൾ കാറെടുത്ത് ആ ചെറിയ സോണിൽ കയറാൻ കഴിയുമെന്ന് നോക്കിയാലേ ഗൈസ്. അത് വേണ്ടല്ലേ, ബുദ്ധി പൊട്ടത്തരായി പോവില്ലേ? കാറെടുത്ത് പോകണോ? കാറെടുത്ത് പോവാട്ടോ ഗൈസ്. വേണോ? അതുകൊണ്ട് പോവാ പോവാട്ടോ ഗൈസ്. നമ്മൾ മോശത്തൊക്കെ എടുത്ത് പോകണം, കാറെടുത്ത് പോവാം. കാറെടുത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നടത്താനും പറ്റും. എനിമി വന്നാൽ പെട്ടെന്ന് അടിയിൽ നിന്ന് കഴിച്ചിലാവാൻ പറ്റും. സ്പീഡിൽ പോയിട്ട് നമുക്ക് മിടുക്കിയിട്ട് അടിക്കാൻ പറ്റും. മോശത്തൊക്കെ അങ്ങനെ ലാമ പോകണ അതിൽ പോവുകയും ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ആദ്യത്തെ മോശത്തൊക്കെ ആണ് മോശത്തൊക്കെ കഴിഞ്ഞു. ആദ്യമൊക്കെ ഒരുമാതിരി നമുക്ക് ടീംമേറ്റ്സിനൊക്കെ അടിക്കാൻ പറ്റുന്നു മോശത്തൊക്കെ ഇരുന്നിട്ട്. നമ്മൾ മെല്ലെ അർസണലിൻ്റെ സൈഡിൽ ആടെ പോയി ഗൈസ്. അല്ലെങ്കിൽ അർസണലിൻ്റെ സൈഡിൽ പോയിരിക്കണം. ആടെ സോൺ വന്ന് നമുക്ക് എവിടേക്ക് പോകാമെന്നോ? മറ്റേ നേരത്തെ നമ്മൾ പോയില്ലേ, റേഞ്ചില്ലാത്ത നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചില്ലേ, ഒരു 500 ടോക്കൺ കളിച്ച് നിന്നിട്ട് നമ്മൾ അവിടെ പോവാട്ടോ ഗൈസ്. അവിടെ ആകുമ്പോൾ ആ മറ്റേ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കി വെച്ചാണ് അതിൽ രണ്ടെണ്ണം നമുക്ക് കളിക്കാൻ പറ്റും. ഇവിടെ എനിമിൻ്റെ ഫുഡ് കേൾക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്കാണെങ്കിൽ റേഞ്ച് എനിക്കൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല, ലാഗും ആണ്, നല്ല ലാഗാണ് കേട്ടോ ഗൈസ്. ഞാൻ ഓപ്പോ A12 കളിക്കുന്നത്. ആരെങ്കിലും ഓപ്പോ A12 കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരാണെങ്കിൽ ഓല് UID എനിക്ക് ചെയ്യുക. ഓലെ കളിയും കാര്യങ്ങളും എനിക്ക് നോക്കണം. ഞാൻ കുറേ കാലം ഇങ്ങനെ കളിച്ചിട്ട്. അപ്പോൾ അത് അവിടെ ഒരു എനിമി ഉണ്ട്, ഓൻ്റെ എംട്ടനോടൊക്കെ പിടിച്ചാണല്ലോ, ഒന്നും പറ്റൂല ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓനാണ് മറ്റേ പറകം പൊട്ടിക്കുന്ന മറ്റേ ഞാൻ ചെയ്യുന്ന അതേ പരിപാടിയാണ് ഓനിപ്പോൾ ചെയ്ത്. മെല്ലെ ഇതിൻ്റെ ബാക്കിൽ പോകാൻ കഴിയും നോക്കാം. എംട്ടനാണ് 2 കുത്തിയിട്ട് നമ്മൾ ചാവും. അപ്പുറത്തൊരു എനിമി ഉണ്ട് ഗൈസ്, ഓൻ്റെ അടുത്തൊന്നും അടിയിട്ട് ഇവനാണ് എംട്ടൻ കൊണ്ടനാണെങ്കിൽ ഐറിസ് വിട്ട് നമുക്കാണ് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഓലിയാണ്ട് അവൾ ഫൈറ്റ് ആയിക്കോട്ടെ. ഗൈസ് മറ്റേ മോശത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് മറ്റവനാണ് എംട്ടനോടാണ് പിടിക്കുകയും ചെയ്യും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൻ്റെ ഗൈസ് AWM വയ്യും എംട്ടനും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ. സൈൻ ഓഫ്.